അതുപോലെ അത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ജോലി തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ജോലി ഉണ്ടാകുന്നതിന് ഈ സംരംഭങ്ങൾ തുടങ്ങിയാൽ മാത്രം പോരാ, ഒരു എംപ്ലോയബിലിറ്റി സ്കിൽസ് നേടിക്കൊടുക്കുന്ന വിദ്യാഭ്യാസ സംവിധാനവും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസ നയങ്ങളാണ് ഇവിടെ പിന്തുടർന്നിരുന്നത്. അതുകൊണ്ട് എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്നത് വളരെ വളരെ ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ. അതുപോലെ നമ്മുടെ അധ്യാപക സംഘടനകളാണേലും അവരുടേതായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് അധ്യാപക സംഘടനകളുടെ ലക്ഷ്യം. അല്ലാതെ ഇവിടുത്തെ പിള്ളേരെ എംപ്ലോയബിലിറ്റി സ്കിൽസ് ഉണ്ടാക്കി അവർ നല്ല ജോലികൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവരെ പാകപ്പെടുത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വിടുക എന്നുള്ള ലക്ഷ്യമൊന്നും നമ്മുടെ അധ്യാപക സംഘടനകൾക്കുമില്ല. നമ്മുടെ ദുരവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 കേന്ദ്ര BJP ഗവൺമെൻറ് കൊണ്ടുവന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഈ ഇൻറ്റേൺഷിപ്പിന് പോകാനും അതുപോലെ ഇടയ്ക്ക് പഠിത്തം നിർത്തി എന്തെങ്കിലും ജോലിക്ക് പോകാനും വീണ്ടും തിരിച്ചു വന്ന് പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള പല ഈ എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന അതുപോലെ ജോലി ചെയ്യുക എന്നുള്ളതിലേക്ക് മാറ്റുന്ന ഒരു നയമാണ് 2020 BJP പുതിയ വിദ്യാഭ്യാസ നയത്തിൽ കൂടി വച്ചിരിക്കുന്നത്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം വളരെ സ്കൂൾ തലത്തിൽ തുടങ്ങി നൽകുക എന്നുള്ളതിനാണ് PM ശ്രീ പദ്ധതി. പക്ഷേ നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്ത് നമ്മളൊക്കെ കണ്ടതാണല്ലോ, ഇവിടെ നമുക്ക് അങ്ങനെ അത്രയും വലിയ ക്വാളിറ്റി ഒന്നും നമുക്ക് വേണ്ട. പക്ഷേ പൈസ വേണം, പക്ഷേ നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ്, എക്സിക്യൂട്ട് ചെയ്യത്തില്ല എന്നൊക്കെയുള്ള ചില വളരെ നെഗറ്റീവായിട്ടുള്ള നയങ്ങളാണ് നമ്മളുടെ ഭരണത്തിൻ്റെ നേതൃത്വം നൽകുന്നവർ പിന്തുടരുന്നത്. BJP ഗവൺമെൻറ് ഇന്ത്യയിൽ നല്ല മികവുറ്റ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി NIT-കളുടെ എണ്ണം കൂട്ടി, IIT-കളുടെ എണ്ണം കൂട്ടി, ശാസ്ത്രമേഖലയിൽ ഉള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടി, അപ്പോൾ കൂടുതൽ നവോദയ വിദ്യാലയങ്ങളുടെ എണ്ണം കൂട്ടി. അപ്പോൾ വിദ്യാഭ്യാസം വളരെ നന്നായിട്ട് നൽകിക്കഴിഞ്ഞാൽ അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു ശേഷി ഉണ്ടാകുന്നു, എംപ്ലോയബിലിറ്റി സ്കിൽസ് ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് BJP ലക്ഷ്യമിടുന്നത്. അപ്പോൾ BJP കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ സംരംഭങ്ങൾ ആ നഗരത്തിലോ പട്ടണത്തിലോ പഞ്ചായത്തിലോ ഒക്കെ തുടങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യം.